ഈ മഴക്കാലല്ലേ, അപ്പൊ സ്കൂളൊക്കെ തുറക്കാറായില്ലേ കുട്ടികൾക്ക്. അതിനെ ഈ പനിയും ജലദോഷം ഒക്കെ വരില്ല, അത് വരാതിരിക്കാൻ എന്താ ചെയ്യണ്ടേ? അത് കുഞ്ഞൂസ് ചോദിച്ച നല്ല ചോദ്യമാ, പറഞ്ഞുതരാം. അതായത് ഇപ്പൊ പനിക്കാലമൊക്കെ ആണെന്നാണ് പറയുന്നത്. അതായത് മഴക്കാലമാണ്, സ്കൂളാണ് തുറക്കാൻ പോവുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ പനി വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ നമ്മൾ പനിയൊക്കെ വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നല്ലേ കുഞ്ഞൂസ് ചോദിച്ചേ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല പ്രതിരോധ ശക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം പെട്ടെന്ന് ഉണ്ടാകിയെടുക്കുന്ന ഒരു കാര്യമല്ല ഈ പ്രതിരോധ ശക്തി. പക്ഷേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ? നല്ല ആയുർവേദം പറയുന്നുണ്ട്, നല്ല ദഹനശക്തി ഉള്ളവർക്ക് നല്ല പ്രതിരോധ ശക്തി ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ ഈ സമയത്ത് നമ്മുടെ ദഹനത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? കുഞ്ഞീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ബേക്കറി സാധനങ്ങൾ, അതായത് ക്രീം ബിസ്ക്കറ്റ്, പേസ്ട്രി, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കാതിരിക്കുക. അത് മാത്രമല്ല, കൂടുതൽ മധുരമുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കഫം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കഫക്കെട്ടിന് സാധ്യത ഉണ്ടെന്നുള്ളതാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് മാത്രമാണ് കുടിക്കാൻ ഉപയോഗിക്കാവുള്ളൂ. നമ്മൾ പൈപ്പിൽ നിന്ന് വെള്ളം തുറന്ന് കുടിക്കുന്ന പരിപാടിയൊന്നും ഈ സമയത്ത് ചെയ്യരുത്. കാരണം വെള്ളത്തിൽ കൂടെ ഒരുപാട് അണുക്കൾ പകരാം. അപ്പം അങ്ങനെ തിളപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ തുളസി ഇല, പനിക്കൂർക്ക ഇല, ചുക്ക് അങ്ങനെയൊക്കെ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ദഹനശക്തി ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ ഒരു ചെറിയ പ്രതിരോധ ശേഷി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുളി കഴിഞ്ഞ് നമ്മൾ രാസനാദിപ്പൊടി ഇടുക. അപ്പം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കൊതുകാണ് പല പനികളും നമുക്ക് പടർത്തുന്നത്, പ്രത്യേകിച്ച് ഡെങ്കിപ്പനിയൊക്കെ പോലത്തെ പനി. എന്ത് ചെയ്യണം? ഈ കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. അതായത് വെള്ളം കെട്ടിയേക്കണമെങ്കിൽ നമ്മളത് കമത്തി കളയണം. ചിരട്ടയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ കമത്തി കളയണം. വീടും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം. അതൊക്കെ പിള്ളേരുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്തുള്ള കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ഇനി മാതാപിതാക്കളോട് അപ്പോൾ ഒരു കാര്യം പറയാം. എന്താ അറിയാമോ? കുട്ടികൾക്ക് പനിയൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധിച്ച് സ്കൂളിൽ വിടാതിരിക്കുക. അപ്പോൾ അതുമാത്രമല്ല, പനി മാറിയതിന് ശേഷം മാത്രമാണ് പിന്നെ സ്കൂളിൽ വിടാവുള്ളൂ. അപ്പം അങ്ങനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ പനി മാറാനായിട്ടുള്ള സമയം കൂടുതൽ എടുക്കുകയും ചെയ്യും. ഒപ്പം തന്നെ മറ്റു കുട്ടികൾക്ക് ഇത് പടരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ബേക്കറി പലഹാരങ്ങളൊന്നും മേടിക്കാതിരിക്കുക. അല്ലേ? വീട്ടിൽ ബേക്കറി പലഹാരങ്ങൾ ഉണ്ടെങ്കിൽ പിള്ളേർ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തു തരും. ഈ സമയത്ത് അത് മേടിക്കാതിരിക്കുക. പിന്നെ വീട്ടിൽ വൈകുന്നേരം പുകയ്ക്കുക. അതിന് നമുക്കിപ്പോൾ അപരാജിത എന്ന് പറഞ്ഞ ധൂപചൂർണം കിട്ടും, അപരാജിത. അത് വെച്ചിട്ട് പുകയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് കുന്തിരിക്കോ അല്ലെങ്കിൽ ഗുൽഗുലോ അങ്ങനെയൊക്കെ വെച്ച് പുകയ്ക്കുന്നത് ഈ കൊതുകുകൾ അകറ്റാൻ മാത്രമല്ല, പൊതുവെ ഈ അന്തരീക്ഷത്തിൽ അണുക്കൾ പടരാതിരിക്കാനും സാധിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് നല്ല പ്രതിരോധശേഷിയും അസുഖമൊന്നും വരാതെ നോക്കാം. എനിക്കൊരു കാര്യം പറയാം. ഈ ബേക്കറി സാധനങ്ങൾ തിന്നണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടു. അതെ, പനിയുള്ളപ്പോ സ്കൂളിൽ പോകണ്ടെന്നാ പറഞ്ഞേ. പക്ഷെ ഈ ഡിക്റ്റേഷൻ ഉള്ള ദിവസം ചില കള്ളപ്പനിയും കള്ളവയറുവേദനയായിട്ട് ചില കുട്ടികളുണ്ട്. അവരെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ചുമ്മാ പറയില്ലട്ടോ.